എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ ഇന്ന് വൈകുന്നേരം 5 മണിയോടെയോ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം 3 മണിയോടെയോ ആയിരിക്കും വിദ്യാർത്ഥികളുടെ റിസൾട്ട് വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള വെബ് പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ വിദ്യാർത്ഥികൾ എപ്പോഴാണ് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടത്, അതുപോലെ തന്നെ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസ് എല്ലാവരും റദ്ദ് ചെയ്യേണ്ടതായിട്ടുണ്ടോ, അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആവും, എന്നാൽ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുമോ, അതെങ്ങനെയാണ് എന്നുള്ളത് കൂടി ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാം. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയേണ്ട എല്ലാവിധ സംശയങ്ങളും ഈ ഒരു വീഡിയോ വഴി നിങ്ങൾക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ FIUGP 2025-26 ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിലവിൽ നിങ്ങൾക്ക് ഇവിടെ വിൽ ബി ബാക്ക് സൂൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് കാണാൻ പറ്റുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആ ഒരു അവിടെ ഈ ഒരു ക്യാപ്പ് ID അതുപോലെ സെക്യൂരിറ്റി കീ എന്നിവ നൽകാനുള്ള ഭാഗം ഉണ്ടാവും. അതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അതുപോലെ അതിന് താഴെയായിട്ട് ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ കൂടി ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും നൽകി ലോഗിൻ ചെയ്യാവുന്നതാണ്. അതേസമയം നിങ്ങൾക്ക് അത് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ അതുപോലെ തന്നെ ഇമെയിൽ ID എന്നിവ നൽകാനുള്ള ഭാഗമുണ്ടാകും. അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നൽകിയ മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ IDയിലേക്കും നിങ്ങളുടെ ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും ഈ ഒരു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ഇമെയിലായിട്ട് അല്ലെങ്കിൽ SMS ആയിട്ടും നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട സംശയമാണ് ആരൊക്കെയാണ് ഈ ഒരു മാൻഡേറ്ററി ഫീസ് അടക്കേണ്ടത്, എത്ര രൂപയാണ് മാൻഡേറ്ററി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ജനറൽ വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അത് ജനറൽ എന്ന് പറയുമ്പോൾ SC/ST വിഭാഗം ഒഴികെയുള്ള ഏതൊരു വിഭാഗം ജനറൽ കാറ്റഗറിയിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഏകദേശം 575 രൂപയാണ് നിങ്ങൾക്ക് ഫീസ് വരിക. അതുപോലെ തന്നെ SC/ST വിദ്യാർത്ഥികളാണെങ്കിൽ 145 രൂപയാണ് വിദ്യാർത്ഥികൾക്ക് ഫീസ് വരുന്നത്. ഇനി വിദ്യാർത്ഥികൾ ഈ ഒരു അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്താണ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്തുന്ന ഒരു പേജാണ് അത് നിങ്ങളുടെ പ്രൊഫൈൽ പേജ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് എത്തുന്നതാണ്. പിന്നീട് ഇവിടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു പേജിൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് അവിടെ ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിലാണ് ഏത് കോഴ്സിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അതുപോലെ സെക്കൻഡ് അലോട്ട്മെൻ്റ് അല്ല ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. ഫീ പേയ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും അടക്കേണ്ടതില്ല. നിങ്ങൾ ചെയ്യേണ്ടത് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് നിങ്ങളൊരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് അടക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 575 രൂപ, SC/ST വിഭാഗമാണെങ്കിൽ 145 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം പറയാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് വരിക. അപ്പോൾ നിങ്ങൾക്ക് മാൻഡേറ്ററി ഫീ എന്ന് പറഞ്ഞുള്ള ഒരു ടാബ് കാണാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ഉണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ളത് ആ ഒരു ഫീ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ലിങ്കിൽ അതായത് ഒരു ബട്ടൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ചുകൊണ്ട് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയോ ഇൻ്റർനെറ്റ് കഫേകൾ വഴിയോ നിങ്ങളുടെ ക്യാപ്പ് IDയും സെക്യൂരിറ്റി കീയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് അങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ് അഡ്മിഷൻ്റെ കാര്യം. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എപ്പോഴാണ് എടുക്കേണ്ടത്, ടെമ്പററി അഡ്മിഷൻ എടുക്കണോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കൊരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അഡ്മിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. അപ്പോൾ നിങ്ങൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ തന്നെ അഡ്മിഷൻ നൽകാറുണ്ട്. എന്നാൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെയുള്ള 2 യൂണിവേഴ്സിറ്റികൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ടുള്ള അലോട്ട്മെൻറ്റ് മെമ്മോ കൊടുക്കാറുള്ളൂ. നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോ ആവശ്യമാണ്. അപ്പോൾ ഈ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമായിരിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കോളേജിൽ ടെമ്പറിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നേടാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റ്. ഈ ഒരു രീതിയിൽ
തേർഡ് അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോളേജ് ആയിക്കോട്ടെ, നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. ഇല്ല എങ്കിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കുന്നത് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു, അഡ്മിഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടത്തുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമാണ് നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയമാണ്, അപ്പോൾ അങ്ങനെയെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് പോകുമോ? അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി, എന്നാൽ ആ ഒരു സീറ്റ് എനിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് ഞാൻ ഫീ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു സീറ്റ് നഷ്ടപ്പെടുമോ? അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ചു, നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന സീറ്റ് നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ അത് നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്റ്റ് അല്ല, ആ ഒരു റെസിപ്റ്റ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ പേജിൽ നിന്ന് കൃത്യമായിട്ട് അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്ത ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷനിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. പിന്നീട് നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് അഡ്മിഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തതുകൊണ്ടും അതുപോലെ നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷൻ ഒന്നാമത്തെ ഓപ്ഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ചേഞ്ചൊന്നും, അതായത് ഓപ്ഷനിൽ പ്രത്യേകിച്ച് ചേഞ്ചൊന്നും ഉണ്ടാവില്ല. കാരണം ഈ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷൻ 0ആണ്. അതായത് ഈ ഒരു ഓപ്ഷൻ്റെ മുകളിൽ 0 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. കാരണം ഇതിന് താഴെയുള്ള 2, 3 അങ്ങനെ 20 വരെയുള്ള ഓപ്ഷനുകൾ ഉണ്ട് എങ്കിൽ ആ ഒരു ഓപ്ഷനുകൾ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നത് കൊണ്ട് തന്നെ അത് ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ളത് കാരണം തന്നെ നിങ്ങൾക്ക് അതിന് മുകളിൽ 0 എന്നുള്ള ആ ഒരു ഓപ്ഷൻ, ശരിക്കും ആ ഒരു 0 എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഒന്നാമതായിട്ട് കിട്ടിയ, അതായത് ഒന്നാമത്തെ ഓപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനായിട്ട് പറ്റും. എന്നാൽ ഒന്നാമത്തെ ഓപ്ഷൻ അല്ല കിട്ടിയത്, നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ മതി, അവിടെ തന്നെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനാണ് താല്പര്യം, ആ ഒരു കോഴ്സ് തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിനുശേഷം നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്യുന്നു. അതായത് നിങ്ങൾക്ക് വേണ്ടാത്ത ആ ഒരു എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഡിലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ പിന്നീട് ഇവിടെയുള്ള ആദ്യം നിങ്ങൾക്ക് ഇവിടെ 1, 2, 3, 4 അങ്ങനെ ഓപ്ഷൻസ്, ഹയർ ഓപ്ഷൻസ് ആയിട്ട് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് യാതൊരു വിധ ഓപ്ഷനും ഇല്ല. പിന്നീട് അവിടുത്തെ ഓപ്ഷൻ നമ്പർ 0 എന്നായി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് ആ 5ാമത്തെ ഓപ്ഷനിൽ തന്നെ പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം കോളേജിൽ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുന്നതാണ്. ഇനിയിപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് ഈ രീതിയിൽ മുഴുവൻ ഓപ്ഷൻസും റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരില്ല. ചില ഓപ്ഷൻസ് മാത്രമായിട്ട് മാറ്റേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇനി 2ാമത്തെ ഓപ്ഷനും 1ാമത്തെ ഓപ്ഷനും മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് 3ാമത്തെ 4ാമത്തെ ഓപ്ഷൻ വേണ്ടാത്ത വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് ആ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള, അവർ സെലക്റ്റഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഓപ്ഷനുകളെ മാത്രമായിട്ടും റിമൂവ് ചെയ്യാം. അപ്പോൾ അങ്ങനെ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് 1ാമത്തെയും 2ാമത്തെയും ഓപ്ഷനിലേക്ക് മാത്രമേ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള, അതായത് വിദ്യാർത്ഥികൾക്ക് അടുത്തതായിട്ടുള്ള ഒരു സംശയമായിരിക്കും, ഇപ്പോൾ അലോട്ട്മെൻറ്റിനായിട്ട് നിങ്ങൾക്കിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ സമയത്ത് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വേറെ എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ 5ാമത്തെ ഓപ്ഷനിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, അതായത് എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ. ഇനി അഥവാ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് 3ാമത്തെ ഓപ്ഷനിലാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്ന സമയത്ത് അലോട്ട്മെൻറ്റ് കിട്ടിയതെന്ന് വിചാരിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും, അത് നിങ്ങൾ മുമ്പ് അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത സീറ്റ് നഷ്ടപ്പെടുന്നതും അതുപോലെ തന്നെ പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് നിങ്ങളുടെ അഡ്മിഷനും അതുപോലെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റും ട്രാൻസ്ഫർ ചെയ്യുന്നതും ആയിരിക്കും. പിന്നീട് നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു ഓപ്ഷനിലായിരിക്കും നിങ്ങൾക്ക് പോയിട്ട് പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കാനായിട്ട് പറ്റുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ തന്നെ മതി, ഇനി വേറെ ഓപ്ഷനൊന്നും വേണ്ട എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് മുഴുവനായിട്ട് റദ്ദ് ചെയ്യുക. ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻസിൽ ഏതെങ്കിലും ചില ഓപ്ഷൻസ് മാത്രം വേണ്ട, കുറച്ച് ഓപ്ഷൻസ് അവിടെ നിലനിർത്തണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷനുകളെ മാത്രം റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻസ് ഒന്നും റിമൂവ് ചെയ്യേണ്ട, ഇനി അടുത്ത അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടണം എന്നുള്ളവർക്ക് അങ്ങനെ ആ ഒരു ഹയർ ഓപ്ഷൻ നിലനിർത്താം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് കിട്ടി, നിങ്ങൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, അതിനുശേഷം നിങ്ങൾ ഹയർ ഓപ്ഷൻസ് അവിടെ നിലനിർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിൽ കിട്ടുന്ന സാഹചര്യത്തിൽ പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഒരിക്കലും ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു,
സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള സീറ്റിൽ മാത്രമാണ് ജോയിൻ ചെയ്യാൻ പറ്റുക. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. എന്നാൽ മാറ്റമുണ്ടെങ്കിൽ ആ ഒരു പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു കിട്ടിയ സീറ്റിലേക്ക് പോവേണ്ടതായിട്ട് വരും. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള സീറ്റ് തന്നെ മതി, ഇനി വേറെ ഓപ്ഷൻ വേണ്ട എന്നുള്ളവർക്ക് ഹയർ ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻസിൽ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത ഓപ്ഷനുകളെ മാത്രം ഡിലീറ്റ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഹയർ ഓപ്ഷൻ ക്യാൻസലേഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനമായിട്ടും മറ്റ് വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷനെ ഇനി ആഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്കിപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. ഞാനൊരു 10 ഓപ്ഷനാണ് കൊടുത്തതെന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്ക് 6, 7, 8, 9, 10 ഓപ്ഷനുകളെ അടുത്ത അലോട്ട്മെൻറ്റിൽ എനിക്ക് പരിഗണിക്കുമോ, അതായത് എൻ്റെ അലോട്ട്മെൻറ്റിന് വേണ്ടി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും പരിഗണിക്കുന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കലി ആ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടുന്നതോടുകൂടി അതിൻ്റെ താഴെയുള്ള, അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനാണോ കിട്ടിയത് അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. പിന്നീട് അതിന് മുകളിൽ, അതായത് മുകളിലുള്ള നിങ്ങൾക്ക് ഇപ്പോൾ ഏത് ഓപ്ഷനാണോ കിട്ടിയത്, ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണെങ്കിൽ 1 മുതൽ 4 വരെ, ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിൽ ബാക്കിയായിട്ടുള്ള ഓപ്ഷനുകളെ മാത്രമാണ് ഈ ഒരു ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഓപ്ഷനുകളെ മാത്രമേ പിന്നീടുള്ള അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുള്ളൂ. അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവരുടെ എല്ലാവിധ ഓപ്ഷനുകളെയും പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അതുപോലെ ഇഷ്ടമില്ലാത്ത ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാലും നിങ്ങൾ നിർബന്ധമായിട്ടും മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം നിങ്ങൾക്ക് കോളേജിൽ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ലഭിക്കുന്നതും അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് നിങ്ങൾക്ക് കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ടുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്നതുവരെ വെയിറ്റ് ചെയ്യാവുന്നതും ഹയർ ഓപ്ഷൻസ് വേണ്ടാത്ത വിദ്യാർത്ഥികൾ വേണ്ടാത്ത ഓപ്ഷനുകൾ മാത്രമായിട്ട് റിമൂവ് ചെയ്യാവുന്നതും, ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ തന്നെ മതി എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി റദ്ദ് ചെയ്യപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ വീണ്ടും റിമൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതായത് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 20 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ 6, 7, 8, 9 അങ്ങനെ നിങ്ങൾക്ക് ഒരു 10 ഓപ്ഷൻ, അതായത് ടോട്ടൽ 20 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ അതിന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻ ഡിലീറ്റ് ആയി പോകും. അതിന് മുകളിലുള്ള ഓപ്ഷൻസ് മാത്രമേ അവിടെ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് നടക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് കോളേജിൽ ഒന്നുകിൽ പോയിട്ട് ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ നേടുന്ന സമയത്തും നിങ്ങൾ ഹയർ ഓപ്ഷൻസ് വേണ്ടവർ അത് നിലനിർത്തുകയും അതുപോലെ അത് വേണ്ടാത്തവർ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതും ആണ്. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിന്നീട് തേർഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മാറ്റം വരികയാണെങ്കിൽ അങ്ങനെ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ ആ ഒരു കോളേജിലേക്ക് നിങ്ങൾ വീണ്ടും ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഓപ്ഷൻ താല്പര്യമുണ്ട്, മറ്റൊരു ഓപ്ഷൻ ഇനി വേണ്ട എന്നുള്ളവർ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതേസമയം താല്പര്യമില്ലാത്ത ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിങ്ങൾക്ക് നിലനിർത്തി മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ഹയർ ഓപ്ഷൻ നിലനിർത്താവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.